1939 ഡിസംബറിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുന്നത്. ഈ വണ്ടികളുടെ ചരിത്രവും ഈ വണ്ടികളുടെ പവർ ട്രെയിനും ഡൈമെൻഷനും ഒക്കെ പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ ഇവന്റിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഈ ചരിത്രം അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രമൊക്കെ പറയുന്നത് എന്താണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം കൊണ്ടാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിലെ കണ്ണൂർ തലശ്ശേരിയിൽ പിണറായിയിലെ പാറപ്രയിലാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയ സമ്മേളനം നടക്കുന്നത്. പിന്നെ തലശ്ശേരി എന്ന് പറയുമ്പം ആദ്യം തന്നെ കേൾക്കുമ്പോൾ തന്നെ വയറ്റിലൊരു ആന്തല. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല, തലശ്ശേരിയിലെ ബിരിയാണി കൊണ്ട്. തലശ്ശേരി വേറൊരു കാര്യത്തിലും കൂടെ 3 കാര്യത്തിലാണ് തലശ്ശേരി പ്രസിദ്ധമാണ്. തലശ്ശേരി ഈസിക്കൽ ടു 3 C എന്നാണ്: കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. സോ അങ്ങനെ നമ്മൾ തലശ്ശേരി വന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വയറ്റിലൊരു ആന്തലുണ്ട്. അപ്പം എവിടായിരുന്നു? ഇല്ല, വയറ്റിലൊരു ആന്തല്. അല്ല, ഇതെവിടെ നിന്ന് ഒപ്പിച്ചോണ്ടോന്നേ? അപ്പൊ തലശ്ശേരിയിൽ ഇതാണ് കറങ്ങാൻ പോകുന്നത്. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്: ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പിൻസീറ്റ് യാത്രക്കാർ ഹെൽമെറ്റ് നിർബന്ധമായും ഉപയോഗിക്കുക. മോനെ കുരുടി, ഈ CD100നെ കുറിച്ച് പറയുമ്പോൾ CD100 ഇറങ്ങിയപ്പോ 1985 ഹീറോ ഹോണ്ട ഇവർ ഒരുമിച്ചൊരു കൊളാബില് വണ്ടി അവതരിപ്പിക്കുന്നത്. അപ്പം ഈ വണ്ടി അവതരിപ്പിച്ചതിന് ശേഷം ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് കമ്പനി പറയുന്നത് അതിന്റെ മൈലേജ് ആണ്. ഇതാണ് പമ്പ് എന്ന് പറഞ്ഞത്, ചുമ്മാ കാണിച്ചു കൊടുത്താൽ മതി. ഇങ്ങോട്ട് പമ്പിക്കൂടെ നമ്മൾ സാധാരണ പറഞ്ഞില്ല, പമ്പിക്കൂടെ കയറ്റി ഒന്ന് ഇറക്കി വിട്ടാൽ മതി. അപ്പന്മാരൊക്കെ പറയുന്നത് പോകുന്ന വഴിക്ക് പമ്പില്ലാതെ കാണിച്ചു കൊടുത്താൽ മതി, ഓടിക്കോളും. രാജാവാ. 1/2 ലിറ്റർ പെട്രോളൊക്കെ അടിച്ചാൽ മതി. പഴയ മൈലേജ് കബാബ്. അപ്പം ഈ പരസ്യത്തിൽ, അതായത് സൽമാൻ ഖാൻ ആയിരുന്നു, നമ്മുടെ സൽമാൻ ഖാൻ ആയിരുന്നു അതിന്റെ ബ്രാൻഡ് അംബാസിഡർ. ആഡിലെല്ലാം ഫസ്റ്റ് വരുന്നത് സൽമാൻ ഖാൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു: ഫിൽ ഇറ്റ്, ഷട്ട് ഇറ്റ്, ഫർഗെറ്റ്. അതാണ് നിറച്ചോ അടച്ചോ, പിന്നെ അതിനെ കുറിച്ച് മറന്നേക്കാം, ഓടിക്കോളും, അങ്ങ് ഓടിക്കോളും. ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ ഇരിക്കുന്ന SS ആണ്, CD100 SS എന്ന് പറഞ്ഞാൽ. ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ 1985 ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഹീറോയും ഹോണ്ടയും കൂടെ കൊളാബറേറ്റ് ചെയ്താണ് ഈ ഒരു വാഹനം ഫസ്റ്റ് കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 1991 ചെറിയൊരു അപ്ഡേഷൻ നമുക്ക് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫേസ് ലിഫ്റ്റ് എന്നോ അല്ലെങ്കിൽ ന്യൂജൻ എന്നോ ജനറേഷൻ അപ്ഡേറ്റ് എന്നോ ഒക്കെ പറയാം. അന്നേ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, എന്നാലും അവരൊരു നവീകരണം, എന്തെങ്കിലും ഒരു ചെറിയ മാറ്റമൊക്കെ വരുത്തി. അതെ, അങ്ങനെയാണ് ഈ CD100 SS എന്ന് പറഞ്ഞ മോഡൽ 1991 ഇറക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഒരു നല്ല വരവ് തന്നെയായിരുന്നു. നമ്മുടെ യമഹ RX100, RT350, അതുപോലെ തന്നെ മറ്റു ബൈക്കുകളെല്ലാം വണ്ടികളുടെ ആ ഒഴുക്കിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ഒരു വണ്ടിയാണ്. പിന്നെ പല സിനിമകളില് ലാലേട്ടൻ ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റേ മിന്നാരത്തില്, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഒരു താരപരിവേഷമുള്ള വണ്ടി തന്നെയാണ്. നമ്മൾ എപ്പോഴും RX സീരീസിന് കൊടുക്കുന്ന ഒരു അതേ പ്രാധാന്യത്തോട് തന്നെ അതേ സമയത്ത് എല്ലാവരുടെയും ഉണ്ടായിരുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം RX സീരീസിന് നമുക്കൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ 2 സ്ട്രോക്ക് വണ്ടി അതിന് കാര്യമായ മൈലേജ് ഇല്ലായിരുന്നു. അതെ, അന്നേ കാലത്ത് അധികം ആരും നോക്കിയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അറിയില്ല. ആന മേടിക്കുമ്പോ തോട്ടി മേടിക്കാൻ വലിയ നോക്കാറില്ല, പക്ഷെ മൈലേജിന്റെ ഒരു അഭാവം അതിലുണ്ടായിരുന്നു. എന്നാൽ ഇതിനെ നോക്കി കഴിഞ്ഞാൽ മൈലേജും ഉണ്ട്, അതേസമയം തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും ലുക്കുണ്ട്. ട്രാഫിക്കിലൂടെ പോകാനായിട്ട് അറിയാം. അപ്പൊ ഇതിന്റെ പവർ ട്രെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ഒരു ഹംബിൾ ആൻഡ് സിമ്പിൾ 100cc സെഗ്മെന്റ് ആണ് വരുന്നത്. എന്നാലും ഒരു 97cc എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. അതെ, പിന്നെ പവറും ടോർക്കും ഒക്കെ പറയുകയാണെങ്കിൽ 8000 RPM 7.5 bhp പവറാണ് ഈ മുതൽ പുറപ്പെടുവിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ടോർക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പവറുള്ള ഒരു ഓഡിയോ വണ്ടികളൊക്കെ ആയിട്ട് മത്സരിക്കുന്നില്ല. ഡീസന്റ് ആയിട്ട്
അതുപോലെ ടോർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ അത് കേട്ട് കഴിയുമ്പം പലർക്കൊക്കെ ചിരിയൊക്കെ തോന്നാം, ഇതൊക്കെ എന്തോന്നിടേ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ 0.73 NM ടോർക്കാണ്, 5000 RPM എനിക്കത് മതി. സിമ്പിളാണ്, ഹമ്പിളാണ്. കാരണം മല കീഴടക്കാനൊന്നും പോകുന്നില്ല. പിന്നെ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ എവിടെ നോക്കിയാൽ ഇന്നത്തെ വെബ്സൈറ്റുകളിൽ പോലും എവിടെയൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം നോക്കിയാൽ ആകെ അടിവരായിട്ട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, കമ്പ്യൂട്ടർ മതി. എന്താ വേണ്ടേ? മൈലേജിന് മറ്റേ അത്യാവശ്യം ഫാമിലി യൂസിന് ഒരു ഡെയിലി കമ്പ്യൂട്ടറിന് അടിവരായിട്ട് പറയാൻ അത് അതിന്റെ എപ്പോഴും നമ്മൾ ഇപ്പോഴും ആ വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഇതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ, അതെ, ഒരു പെർഫെക്റ്റ് കമ്പ്യൂട്ടർ ബൈക്കായിരുന്നു ഇതെന്നുള്ളത്. ഇവിടെ ഇന്ന് വളാന്ന് അടിക്കാണ്ടിരിക്കാതെ നമുക്ക് ഇതിലൊന്ന് കറങ്ങിട്ട് തരാം. പിന്നെ ഭയങ്കര സുഖകളിയാ ഇതിൽ. നമ്മൾ ഈ ഒരു ഗ്രാമീണ ചുറ്റുപാടും ഈ തലശ്ശേരി ടൗണും പിന്നെ അതൊന്ന് കാണണം. പിന്നെ ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു കാലാവസ്ഥ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നല്ലൊരു തലശ്ശേരി ബിരിയാണി അത് വേണം. അതല്ലേ എന്നാ പിന്നെ കേറ്. അങ്ങനെ നനഞ്ഞ് കുളിച്ചാണെങ്കിലും നമ്മളത് തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. തലശ്ശേരി ബിരിയാണിക്ക് വേണ്ടി നമ്മൾ വന്നത് എവിടെയാണ്? പാരീസ് റെസ്റ്റോറൻറ്റ്. നല്ല ചൂട് വാങ്ങും, നല്ല നനഞ്ഞ് കുളിച്ച് വന്നേച്ച് തലശ്ശേരിയുടെ ജീവാത്മാവും പരമാത്മാവുമായ ബിരിയാണി കഴിക്കാതെ എങ്ങനെ പോകും? അതുകൊണ്ട് വണ്ടി വിശേഷങ്ങൾക്കൊക്കെ കുറച്ച് നേരത്തേക്ക് ഇവിടെയാണ്. ഇനി ഞങ്ങളുടെ കോൺസെൻട്രേഷൻ ഫുഡിൽ മാത്രമായിരിക്കും അല്ലേ? ഒരുപാട് ക്ലാസിക്കൽ ഇന്ത്യൻ മോട്ടോർസൈക്കിളോ ഏതൊരു വാഹനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇവിടെ ഫീച്ചർ ചെയ്യാനും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആരുടെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡ്രൈവ് ഫോർ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് ആൻഡ് പെപ്പെ സൈനിങ്.